പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 2 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമത്തിന് തടയിട്ട് റോയൽ ഒമാൻ പോലീസ്. ഗുറിയാത്തിൽ കടൽ വഴി മയക്കുമരുന്ന് കടത്തിയ പ്രവാസിയെ കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടികൂടി. 90 കിലോഗ്രാമിലധികം മയക്കുമരുന്നുമായി പാകിസ്ഥാൻ സ്വദേശിയാണ് അറസ്റ്റിലായത്. ക്രിസ്റ്റൽ മത്ത്, മരിച്വാന, ഹാഷിഷ്, ആയിരക്കണക്കിന് സൈക്രോട്രോപിക് ഗുളികകൾ എന്നിവയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ രാജ്യത്തെ വിപണിയൊരുങ്ങി. കഴിഞ്ഞ വാരാന്ത്യ അവധി ദിനങ്ങളിൽ വിപണിയിൽ കൂടുതൽ ഉണർവ് അനുഭവപ്പെട്ടു. കമ്പനികൾ പലതും ഇതിനോടകം ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്ക് ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. മുഖ്യ കർമ്മമായ മൃഗബലിക്കും രാജ്യമാകെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുകയാണ്. പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്ക് വിപണിയിൽ പ്രകടമാണ്. വൈകുന്നേരങ്ങളിലാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. സൂക്കുകളിൽ സ്വദേശികൾ കുടുംബസമേതം എത്തുന്നുണ്ട്. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഫാൻസി ഉൽപ്പന്നങ്ങളും അത്തരം വാങ്ങുന്നതിനാണ് തിരക്ക് ഏറെയും. സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച മസ്കത്തിൽ അടിയന്തരമായി ഇറക്കിയ ദുബൈ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും നാടടഞ്ഞു. ശനി, ഞായർ ദിവസങ്ങളിലായി കേരള സെക്ടറുകളിലേക്കുള്ള വ്യത്യസ്ത വിമാനങ്ങളിലായാണ് യാത്രക്കാർ നാട്ടിലെത്തിയത്. ആദ്യ 10 അംഗ സംഘം രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ തിരിക്കുകയായിരുന്നു. പിന്നീട് സീറ്റ് ഒഴിവുള്ള വ്യത്യസ്ത വിമാനത്തിൽ പലരെയും കയറ്റിവിടുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് അവസാന സംഘം നാട്ടിലേക്ക് തിരിച്ചത്. തിരുവനന്തപുരത്തും മറ്റും ഇറങ്ങിയവർക്ക് ഗതാഗത സൗകര്യവും ഒരുക്കിയിരുന്നു. ദുബൈയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം മസ്കത്ത് വിമാനത്താവളത്തിൽ ഇറക്കിയത്. രാത്രിയോടെ 169 യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് യാത്രക്കാർ അടങ്ങുന്ന സംഘമാണ് പ്രതിസന്ധിയിലായത്. പുറം തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹ്ന വിശ്രമം നിലവിൽ വന്നു. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. തൊഴിലാളികൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്നും നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ഇനി ആംഗ്യഭാഷയിലും. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരെ പരിഗണിക്കുന്നതിന്റെയും അവർക്ക് കൂടി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. എക്സിലെ വീഡിയോകൾ ആംഗ്യഭാഷയിൽ വ്യാഖ്യാനിക്കുന്നതാണ് പുതിയ സേവനം. സുൽത്താനേറ്റിൽ ആദ്യമായാണ് ആംഗ്യഭാഷയിൽ സന്ദേശങ്ങളും മറ്റും ലഭ്യമാക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് വിമാനം അടിയന്തര സാഹചര്യത്തിൽ മസ്കത്തിലേക്ക് തിരിച്ചുവിട്ടു. ഒരു യാത്രക്കാരന് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നതാണ് കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുതൈബി വിലായത്തിൽ വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. തീപിടുത്ത കാരണം വ്യക്തമല്ല. അധികൃതർ അന്വേഷണം ആരംഭിച്ചു. വാണിജ്യ സ്ഥാപനങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഷബാബ് ഒമാൻ 2ന്റെ 7ാമത്തെ അന്താരാഷ്ട്ര യാത്ര തുടരുന്നു. ഗ്രീസിലെ കഥക്ലാവോ തുറമുഖത്ത് ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. 3ാമത്തെ സ്വീകരണ കേന്ദ്രമാണ് ഇവിടെ. ആദ്യ സ്വീകരണ കേന്ദ്രമായി ജിദ്ദയിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്കായിരുന്നു യാത്ര. ഇവിടെ നിന്നാണ് കഥക്ലാവോ തുറമുഖത്ത് എത്തിയത്. ഒമാന്റെ സമുദ്ര പൈതൃക പാരമ്പര്യം, നാവിഗേഷനിലെ സംഭാവനകൾ,
ഒമാനും മറ്റു നാഗരികതകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അതിൻ്റെ പങ്ക് എന്നിവ എടുത്തുകാണിക്കുന്ന ദൃശ്യ പ്രദർശനങ്ങൾ തുറമുഖങ്ങളിൽ നടന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.